പരിശുദ്ധ ജപമാല ചരടിൽ തൂക്കിയിട്ട വിശുദ്ധ ബൈബിളാണ്. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ ജപമാലയുടെ മാസം നാളെ മുതൽ ആരംഭിക്കുകയാണ്. നാം വളരെ ഭക്തിയോടും തീക്ഷ്ണതയോടും കൂടെ ഈ ഒരു മാസം തിരുസഭയോടൊത്ത് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയോടൊത്ത് പ്രാർത്ഥിക്കുകയാണ്. യേശുവിനോടൊത്ത് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങൾ, നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ളവർ, നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ളവർ, ആരും പ്രാർത്ഥിക്കാതെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ, ആരും പ്രാർത്ഥിക്കാനില്ല അവർക്ക്, അങ്ങനത്തെ ബന്ധങ്ങളൊന്നുമില്ലാത്ത അനാഥരായ ദൈവജനം, അവരെയും ഈ ജപമാല മാസത്തിൽ നമുക്ക് പ്രത്യേകമായി ഓർക്കാം. ഈ ജപമാല മാസത്തിൽ ഒരു ദിവസം ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ദൈവമക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ അവർ ജയിലിലായിരിക്കാം, ഒറ്റപ്പെട്ട അവസ്ഥകളിലായിരിക്കാം. ചിലപ്പോൾ അവർ തങ്ങളെ ആരും പരിഗണിക്കുന്നില്ലോ എന്ന് ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥകളിലായിരിക്കാം. ചില സമയങ്ങളിൽ ഈ അവസ്ഥ മരണത്തിലേക്ക് തന്നെ നയിക്കുന്നെന്ന് ഭയപ്പെടുന്ന ആളുകളുണ്ട്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയിൽ അഭയം പ്രാപിക്കുന്ന ഏതൊരു വ്യക്തിക്കും തൻ്റെ ജീവിതത്തിൽ ശരിയായ വഴി തിരഞ്ഞെടുക്കുവാൻ, ശരിയായ പാതയിൽ മുന്നോട്ട് പോകുവാൻ അമ്മ സഹായിക്കും, ഉറപ്പാണ്. നാം ഒന്നും മനസ്സ് വെച്ചാൽ മാത്രം മതി. ഈശോയുടെ കൈപ്പിടിച്ച് നടക്കണമെങ്കിൽ നമുക്ക് അമ്മയുടെ ആവശ്യമുണ്ട്. ഒരു കൈ അമ്മയിലും ഒരു കൈ ഈശോയിലും പിടിച്ച് നമുക്ക് ഈ ഒരു മാസം നടക്കാം. പൂർണ്ണമായും ഈ ജപമാല മാസത്തിൽ നമുക്ക് വിശുദ്ധീകരിക്കപ്പെടാം. അതിനു മുമ്പ് നല്ലൊരു കുമ്പസാരം നടത്തി നമുക്ക് ഒരുങ്ങാം. വിശുദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ഫലങ്ങൾ കൂടുതൽ നമുക്ക് ലഭ്യമാകുക. അതുകൊണ്ട് നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും വിശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം ഈ ജപമാല മാസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോ നമ്മളതിനായി അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ അങ്കിയുടെ നിഴലിൽ നമുക്ക് അഭയം തേടാം. അമ്മ നമ്മളെ സഹായിക്കും. സ്നേഹമുള്ളവരെ, ഈ ജപമാല മാസത്തിൽ എത്രമാത്രം ജപമാല നമുക്ക് ചൊല്ലാൻ സാധിക്കുമോ അത് ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാം. നമുക്കറിയാം, ലോകത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കുറേയേറെ പ്രശ്നങ്ങൾ, പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, അവക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ വ്യക്തിപരമായ അനേക നിയോഗങ്ങൾ നമുക്കുണ്ട്. അവയെല്ലാം ഈശോയ്ക്ക്